നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക, പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്. ഫസ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച്, നൊസ്റ്റാൾജിക് ഫീലിങ്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മുൻപുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് വളരെയധികം ഗാഢമായി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും, നഷ്ടപ്പെട്ടപ്പോഴായിരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് അല്ലാതെ മനസ്സിൽ ചിന്തകൾ വന്നു തുടങ്ങിയത്. ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം, ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ചുള്ളപ്പോൾ പോലും ഒരു മിസ്സിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് 6 ഓഫ് കപ്സ്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മെൻ്റൽ പ്രഷർ, ഒരു മാനസിക സമ്മർദ്ദം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങൾ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം. ശാരീരികമായിട്ട് പോലും അയാൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണെന്നൊരു പക്ഷേ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതേ പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ചില ബോഡി പാർട്ടുകളിൽ നിങ്ങൾക്ക് ഹെവിനെസ് തോന്നുക, വേദന തോന്നുക, ഇതൊക്കെ നിങ്ങളുടെ ഈ മാനസികമായ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതാണെന്ന് നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല. സ്ട്രെസ്സ് കാരണമാണ് ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ സെയിം പ്രോബ്ലം നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ കടുത്ത നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ മാനസികമായിട്ട് വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 2 ഓഫ് സോർട്സ്. എന്നാലും ഇയാൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. എന്നാൽ ഇയാൾക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല. കാരണം ഇയാളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം തീരുമാനം വേണ്ട എന്നാണെങ്കിലും വേണം എന്നാണെങ്കിലും ഇയാളെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഇയാൾ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. അയാൾ ഇൻഡിസിഷനായിട്ട് തന്നെ തുടരുകയാണ് എന്നാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇത് കൂടുതലും ഒരു ഫാമിലി പോലെ ജീവിച്ചവരോ, ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം, ഫാമിലി പോലെ ജീവിച്ചിരുന്നവരാവാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആവാം. എന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ചിരുന്ന ആളുകളുടെ എനർജി പോലെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും ഒരു റീയൂണിയൻ വേണം. നിങ്ങളുടെ പഴയ ആ ഇൻറ്റിമസിയിലേക്കും ആ ഒരു സ്നേഹബന്ധത്തിലേക്കും തിരിച്ചു വരണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. വീണ്ടും ഒരു റീയൂണിയൻ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.